എല്ലാവർക്കും നമസ്കാരം. ഇത് മൂവാണ്ടൻ മാവാണ് കേട്ടോ. നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ മാങ്ങ പൊട്ടിക്കാനായിട്ട് ടെറസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 2-3 മാങ്ങ പൊട്ടിക്കുകയാണ്. അതിൽ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കണ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലിതാ ഈ 3 മാങ്ങ പൊട്ടിച്ച് ഞാനിതുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. മാങ്ങ കഴുകി തുടച്ച് കഴിഞ്ഞ് അത് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം ഉപ്പിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ചേർക്കുന്നത്. പൊടികൾ ചേർക്കുന്നത് നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ മുളക് പൊടിയും ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടി ഇടുന്നത്. പിന്നെ കുറച്ച് കടുകിൻ്റെ പൊടിയും കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ചതിന് ശേഷം പിന്നെ സ്റ്റൗ കത്തിച്ചിട്ട് ഈ മാങ്ങ കഷ്ണം അതിലിട്ടിട്ട് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത് പോലെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മാങ്ങാക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ കേട്ടോ. പെരുന്തച്ഛൻ തൻ്റെ മകൻ്റെ മരണശേഷം ഈ ജന്മം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം കുറേ നടന്ന് വളരെയധികം ക്ഷീണിച്ച അവശനായിട്ട് ഈ പന്നിയൂർ അമ്പലത്തിലെത്തുകയാണ്. അപ്പോഴവിടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണിയെടുത്തുകൊണ്ടിരുന്ന തച്ചന്മാരൊന്നും ഈ ആളെ കണ്ടിട്ട് ഒട്ടും ഗൗനിച്ചില്ല. അപ്പോൾ അവർ പണി നിർത്തി ഊണ് കഴിക്കാൻ പോയി. അപ്പോഴും ഊണ് കഴിക്കാൻ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും ചോദിച്ചതുമില്ല. അപ്പോൾ ഈ പെരുന്തച്ഛന് വളരെയധികം വിഷമായി. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പെരുന്തച്ഛൻ ചട്ടം കൂട്ടാൻ വെച്ചിരിക്കുന്ന ആ കഴുക്കോലിലൊക്കെ എൻ്റെ ഉള്ളി കൊണ്ട് ഓരോ വര വരച്ച് വെച്ചു. എന്നിട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് പോയിട്ട് അങ്ങനെ വിശ്രമിച്ചു. അങ്ങനെ തച്ചന്മാർ ഊണ് കഴിഞ്ഞ് വന്ന് അവരുടെ പണി തുടങ്ങി. പെരുന്തച്ഛൻ വരച്ചു വെച്ച വരയിൽ കൂടെയാണ് അവർ കഴുക്കോല് മുറിച്ചതും ചൂട്ടിയതും. അങ്ങനെ ചട്ടം കൂട്ടാൻ നോക്കിയപ്പോൾ ചട്ടം കൂടുന്നില്ല. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല. അപ്പോൾ അവർക്ക് നിരാശയായി. അങ്ങനെ അന്ന് പാതിരാത്രിയിൽ ഉളിയുടെയും കൊട്ടുവഴിയുടെയും ശബ്ദം കേട്ടിട്ട് അവർ ഉണർന്നു നോക്കിയപ്പോൾ ഈ വയസ്സായിട്ടുള്ള ആ അപരിചിതനായിട്ടുള്ള മനുഷ്യൻ ആ ചട്ടം കൂട്ടിയിരിക്കുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ അതുവരെ അവർ ചെയ്ത് അവസാനിപ്പിക്കാതെ വച്ചിരുന്ന പണികളെല്ലാം മുഴുവനാക്കിയിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ആളാരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് പെരുന്തച്ഛനാണ് എന്ന്. അങ്ങനെ അവർ പെരുന്തച്ഛനോട് മാപ്പ് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലെ പണി കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെരുന്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി മേലാൽ എൻ്റെ ഉളി കൈകൊണ്ട് തൊടുന്നേയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഉളി അവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉളിയും മുഴങ്കോലും അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വംശത്തിലെ ആർക്കെങ്കിലും എല്ലാ കാലവും എന്തെങ്കിലുമൊക്കെ പണി ഈ പന്നിയൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ്. പെരുന്തച്ഛൻ്റെ ഉളിയും മുഴങ്കോലും പന്നിയൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് പന്നിയൂർ ക്ഷേത്രത്തിൽ പണി മുടിയില്ല എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.